ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മിയർ ഓഫ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ സലാല ഡേ 2 ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ യാത്ര ജബൽ സംഹാൻ, വാദി ദർബാത്ത്, മിർബാത്ത്, അങ്ങനെ അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഗൈസ്, നമുക്കിനിയിപ്പം യാത്രകളുമായിട്ട് കാണാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഐൻ റസാത്താണ്. ഗൈസ്, ബാക്ക് സൈഡ് കാണാം നമ്മുടെ സെയിം വയനാട് പോലെ, വയനാട് ശബരിമല അതൊക്കെ പോലെ തന്നെ സെയിം അതുപോലെ. മേലാണ് കോടമഞ്ഞ് മൂടിക്കിടക്കുകയാണ്, അല്ല പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്നു, പൊതഞ്ഞു കിടക്കുന്ന പച്ചപ്പ്. നമ്മുടെ GCCയിലെങ്ങും ഇങ്ങനൊരു സ്ഥലം എങ്ങും കാണാൻ കഴിയില്ല. ഇതുപോലത്തെ സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ, സലാലയിലുള്ള പ്രത്യേകതയാണ്. അപ്പോൾ ഗൈസ്, നമുക്കിനിയിപ്പം ബാക്കിലോട്ട് കാണാം. നല്ല അടിപൊളി വ്യൂസാണ്. ബാക്കിലോട്ട് ഇങ്ങനെ ഉണ്ട്, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ കാഴ്ചകളുകളായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നല്ലൊരു കുടയൊക്കെ അവിടെ ഇട്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ സ്ഥലത്ത് കയറാൻ പോവാണ്. നമ്മുടെ നാട് പോലത്തെ തറ, നമ്മുടെ നാട്ടിലെ കൂട്ട് തറ സെറ്റപ്പാട്ടോ. നമ്മുടെ നാട്ടിലെ കൂട്ട് തറയും കാര്യങ്ങളും. ഇനി നടന്നു നിങ്ങൾക്ക് തറ കാണാൻ കഴിയിക്കുക കേട്ടോ, ഇതാണ് തറ. അപ്പോൾ ഗൈസ്, ഇവിടെ നല്ല അള്ളും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നായിട്ട് നിങ്ങളെ ഞാൻ വ്യൂ കാണിച്ചു തരാം. ആണ് ഇവിടുത്തെ വ്യൂ. നോക്കിയേ, കോടമഞ്ഞും കാര്യങ്ങളും സെറ്റപ്പ്. ഇതാ നിൽക്കുന്നത് നമ്മുടെ ആർഷി. അപ്പോൾ ഗൈസ്, ഇതാ സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ നല്ല പാറയും കാര്യങ്ങളും ഉണ്ട്. ഇതാ നോക്കിയേ, സെറ്റപ്പ് പാറ. ഓജേ ബ്രോ, ബാഹുബലിയിലെ കല്ല് സെറ്റ് കേട്ടോ, അടിപൊളി സ്ഥലം. പിന്നെ ഗൈസ്, നമ്മുടെ നാട്ടിലത്തെ ഒരു മണം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, പച്ചപ്പിൻ്റെ സ്മെല്ല്, അത് അതേപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് മറ്റേ നൊസ്റ്റാൾജിയ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനിയും ഇവിടെ എന്തെങ്കിലും നല്ലൊരു സ്പോട്ട് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ ഉള്ളതെന്ന് തോന്നുന്നു. ഇവിടെ ഇതിൽ സെറ്റപ്പ് സ്പോട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഐൻ ഹംറാൻ. ഇവിടെ ആകെ ഒരു പ്രത്യേകതയേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിൽ നിന്ന് കാണാൻ ചീമപ്ലാവ്, നമ്മുടെ നാട്ടിലെ മറ്റേ ചീമച്ചക്ക ഉണ്ടല്ലോ, അതിൻ്റെ പ്ലാവാണിത്. അത് ഒമാൻ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ റൗണ്ടൊക്കെ ഇട്ട് വെയിലേക്ക് ഇട്ട് സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഒരു അതിശയം തന്നെയാണ് ചീമപ്ലാവ് വേണമെങ്കിൽ. ഗൈസ്, ഇവിടെ ആണൊരു കുതിര സെറ്റാണ്. ഗൈസ്, ചീമപ്ലാവിൻ്റെ സ്ഥലമാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം, ഇതാ ക്ലിയർ ആയിട്ട് കാണാം. അവിടെ ഫുള്ള് ഇത് കിട്ടിയിരിക്കുകയാണ്, നമുക്ക് അവിടെ കയറാൻ പറ്റണം. അത് പറിച്ചുകൊണ്ട് ചീമച്ചക്ക പറിക്കാതിരിക്കാനായിരിക്കും. അടിപൊളി നല്ലൊരു കാഴ്ചയാണ് ഗൈസ്. അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ച. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത കാഴ്ചയാണ്. നല്ല മഴ കേട്ടോ, നല്ല മഴയുണ്ട് ഇവിടെ. ഇവിടെ നല്ല പൊളി മഴ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനിയിപ്പം അടുത്ത സ്പോട്ടിൽ ചെന്നിട്ട് കാണാം. ഗൈസ്, ഇപ്പം നമ്മളുള്ളത് വാദി ദർബാത്തിലാണ് ഗൈസ്. ബാക്കിൽ കാണാം ഒരു പോണ്ടോ ലേക്ക്, വാദി, അങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളായിട്ട് കാണാം. വാദി ദർബാത്ത് ഇവിടുത്തെ ഒരു വാട്ടർഫോളാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളായിട്ട് കാണാം. ഇതാണ് വാദി ദർബാത്ത്. സെറ്റപ്പാണ് ഇവിടെ, കൊള്ളാം. ബോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ കയറാൻ നിന്നില്ല. പിന്നെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങോട്ട് നടക്കാൻ കുറേ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും അങ്ങോട്ട് ചെന്നിട്ട് അവിടെ എന്തെങ്കിലും വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെ പിന്നെ ഇങ്ങനെ തന്നെ പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് വാദി ദർബാത്ത്. അടിപൊളിയാണ്, അങ്ങ് വരെ ഉണ്ടെന്നാണ് ഗൈസ്. നമുക്ക് ഇത് അവിടുത്തെ കാഴ്ചകളും കളയായിട്ട് കാണാം. ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചോ, പശുവിൻ്റെ മേളമാണ് റോഡ് സൈഡിൽ. എന്താ മോനെ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പശു റോഡ് സൈഡിൽ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുക. പിന്നെ റൂട്ടിലൊക്കെ പോകുന്ന വഴിക്ക് നമ്മൾ കാണുമല്ലോ പശു, അതുപോലെ തന്നെ. പിന്നെ നമ്മുടെ കേരളം തന്നെ ഒരു മാറ്റവും അതിലില്ല ഗൈസ്, സെറ്റ്. നിങ്ങൾക്ക് ഞാൻ അതിശയപ്പെടുത്തുന്ന ഒരു സ്ഥലം കാണിച്ചു തരാം ഗൈസ്. താഴെ ആകാശം, വെള്ളം ആകാശം. ഈ സ്ഥലത്തിന് പേരാണ് ഗൈസ് ജബൽ സംഹാൻ ഗൈസ്. ഒമാനിൽ സലാലയിലുള്ള ഒരു അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. ശരിക്കും ജബൽ സംഹാൻ എന്ന് പറയുന്നത് താഴെ ആകാശവും മേളിലും ആകാശവും ഒരു വ്യത്യാസമില്ല, നല്ല രസമാണ് ഗൈസ്. നിങ്ങൾക്ക് അതിൻ്റെ വ്യൂസ് ഞാനിപ്പം വ്യൂ കാണിച്ചു തരാം. ഏതാണ്ട് 20ഓളം അറേബ്യൻ പുള്ളിപ്പുലികളും കുറുക്കനും പലതരത്തിലുള്ള വംശനാശ ഭീഷണി നേരിടുന്ന പല ജീവികളും ഇതിനിടയിലുണ്ടെന്നാണ് സയൻസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിന് ശരിക്കുള്ള വ്യൂ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ആ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വരണം. അപ്പം നിങ്ങൾക്ക് ഇതിനെ കറക്റ്റ് വ്യൂ കിട്ടുന്നതായിരിക്കും. നിൽക്കുന്നതാണ് ആൻറ്റി ഗ്രാവിറ്റി പോയിന്റ്, ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി. ഇതാണ് ഗൈസ് നമ്മുടെ സ്ഥലം. പിന്നെ ഇതാ ഒരുത്തൻ വണ്ടി ഇങ്ങനെ ബാക്കിലോട്ട് എടുക്കുന്നുണ്ട്. ഇത് ന്യൂട്രാ കിടന്നാൽ വണ്ടി ബാക്കിലോട്ട് പോകും.
പിന്നെ അല്ലാതുള്ളൊരു കാന്തശേഷി ഉണ്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട് ഈ ഇവിടുത്തെ 2 മലകളിൽ നിന്ന്. കണ്ട ഈ കാണുന്ന മലകളിൽ ഇവിടെ 2 മൗണ്ടൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ മൗണ്ടൻസിൽ കാന്ത മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് ഇങ്ങനൊരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അപ്പം ഏതായാലും ഗൈസ് ഇതാണ് നല്ലൊരു എഫക്റ്റാണ്. ഞാനിപ്പോൾ എടുക്കുന്നത് ഫോൺ പോലും അങ്ങോട്ട് നീങ്ങുന്നൊരു എഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഏത് മെറ്റൽ സാധനത്തിന് ഇത് വലിച്ചെടുക്കുന്നുണ്ട്. അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഗൈസ് ഏതായാലും ഇതാണ് നല്ലൊരു കാഴ്ചയാണ് ഇവിടെ. അടിപൊളി. ഈ വണ്ടിയിലാണ് കൂടുതൽ എഫക്റ്റ് ആവുന്നത്. ന്യൂട്രൽ ഇട്ട് കഴിയുമ്പോൾ വണ്ടി തനിയെ ബാക്കോട്ടും മുന്നോട്ടും പോകും. അതാണ് ഗൈസ് ഇവിടുത്തെ അടിപൊളി. അപ്പോൾ ഗൈസ് ഇതാ ന്യൂട്രൽ കിടക്കുന്ന വണ്ടി ബാക്കിലോട്ട് പോകുന്ന ഗൈസ്. ഇതാണ് വണ്ടി ബാക്കിലോട്ട് പോകുന്നത്. ഇതാ നോക്കുക, ഇതാ വരുന്നു വണ്ടി ഫ്രണ്ടിലോട്ട് വരുന്നു. ലോകത്ത് എവിടെയും നിങ്ങളിങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവും. ഇതാണ് സെറ്റ്. അപ്പോൾ വണ്ടി പോവാണ് കേട്ടോ. അടിപൊളി ആണ് ഗൈസ്. ഇത്രയാണ് ഇവിടം വരെ ഉള്ള അതിൻ്റെ ശേഷി. അതുകൊണ്ടാണ് ഇവിടുന്ന് സ്റ്റോപ്പായത്. സെറ്റ് അടിപൊളി. പക്ഷെ നമുക്ക് ഇപ്പോൾ അടുത്ത കാഴ്ചയായിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറിയാണ്. അവിടെ നിന്ന് ബിരിയാണി കഴിക്കുകയാണ് ഗൈസ്. ഇനിയും ഇത് ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇനി കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങാനുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിൽ വെച്ച് കാണാം. ഇപ്പോൾ നമ്മളുള്ളത് അൽബലീദ് ബീച്ചിലാണ്. അപ്പോൾ ഗൈസ് ബാക്കി കാണുന്നതാണ് ബീച്ച്. സെറ്റ് ബീച്ചാണ്, കുഴപ്പമില്ല. സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് അട്രാക്ഷനാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളുമായിട്ട് കാണാം. വാവ്, അൽബലീദ് ബീച്ച് പവർ. സുനാമി നമ്മുടെ ആൻഷി സുനാമി ഉണ്ടാക്കാൻ പോട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ അങ്ങോട്ട് കേട്ടോ. സെറ്റ് ബീച്ചേട്ടാ, കുഴപ്പമില്ല. ഇവിടുത്തെ മണ്ണ് നോക്കുക, നല്ല പുതിയ മണ്ണ്. സെറ്റ് ആണ് കേട്ടോ. ശീതളം സെറ്റ് അടിപൊളിയാണ്. നമുക്കിനിയിപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും കാര്യങ്ങളും ഇടുക. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.